അതുകൊണ്ട് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാവ് ഏതാണ് എന്നല്ല. ലൈലത്തുൽ ഖദർ എന്ന വാക്ക് അതിന്റെ ഹർഫുകൾ 9 എണ്ണമാണ്. അത് 3 പ്രാവശ്യം വെച്ച് കൂട്ടുമ്പോൾ പവിത്രമായ ഖുർആനിൽ 3 പ്രാവശ്യം സൂറത്തുൽ ഖദറിൽ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ എന്ന് 3 വട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ പറഞ്ഞിട്ടുണ്ട്. 9 അക്ഷരങ്ങൾ ഉള്ളതാകുന്ന ലൈലത്തുൽ ഖി എന്ന പദം എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? 3 വട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 9 + 9 എത്രയാണ്? 27 ആണ്. അങ്ങനെയും 27 എത്തിയ മഹാന്മാരുണ്ട്. ഇതൊക്കെ ഇമാമിയങ്ങൾ ഏകോപിച്ച വാക്കുകളാണ്. ഇങ്ങനെയൊക്കെ ഇസ്തിംബാത്ത് ചെയ്തവരുണ്ട്. എപ്പോ വേണമെങ്കിലും വരാം. 29 ആവാം, ഇനിയുള്ള ദിവസമാകാം, 29-ാം രാവാകാം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നമ്മുടെ മദ്ഹബിന്റെ ഇമാം 21 അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, 23 പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ. അങ്ങനെയെങ്കിൽ ലൈലത്തുൽ ഖദർ നമ്മൾ ഇന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതായിരുന്നാലും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിലകൊള്ളണം. അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഈ 10 ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തിയവൻ ഉറക്കമൊഴിച്ചുകൊണ്ട് ഖുർആൻ ഓതുകയും തറാവീഹ് നിസ്കരിക്കുകയും വിത്റുകൾ ശ്രദ്ധ പതിപ്പിക്കുകയും തസ്ബീഹ് നമസ്കരിക്കുകയും പരിശുദ്ധമായ ഖുർആൻ ഓതി വിക്ർ ചൊല്ലി ഇബാദത്തിൽ കഴിഞ്ഞുകൂടി പൊട്ടിക്കരഞ്ഞ് പടച്ചറബിലേക്ക് ദുആ ചെയ്യുകയും ചെയ്തവൻ തീർച്ചയായും വിജയിക്കും. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അവനത് ലഭിക്കുക തന്നെ ചെയ്യും. ലൈലത്തുൽ ഖദർ കണ്ടുമുട്ടി കിട്ടി എന്നുള്ളതിന് തെളിവ് പിറ്റേ ദിവസമാകുമ്പോൾ അവന്റെ ഹൃദയം ഭയങ്കര ലോലമാകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിന് തന്നെ തോന്നും. നമ്മളെങ്ങനെയാണത് ചില ദുആകളൊക്കെ ചെയ്തു കഴിയുമ്പോൾ മനസ്സിന് തന്നെ വലിയ സന്തോഷം, കണ്ണുകൾ ഈറനണിയും, രോമകൂപങ്ങൾ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ രോമം എഴുന്നേറ്റ് നിൽക്കും നമ്മൾ പറയുമല്ലോ. അതേപോലെ മാനസികമാകുന്ന ഒരു കുളിരുണ്ടാകും, സന്തോഷമുണ്ടാകും. ലൈലത്തുൽ ഖദർ ഒരാൾക്ക് കിട്ടി എന്നുള്ളതിന് അയാൾക്ക് തന്നെ സ്വയം അനുഭവപ്പെടാൻ ഉലമാക്കൾ പറഞ്ഞ അടയാളങ്ങളിൽപ്പെട്ട ചിലതാണത്. നമുക്കൊന്നും ഒരു കുളിരുമില്ല. രാത്രി നോമ്പ് തുറക്കാൻ കാത്തിരിക്കുകയാണ്. ഇനി എമ്പുരാനെ ഒന്ന് പോയി കണ്ടിട്ട് വേണം ബാക്കി പരിപാടി. ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഒക്കെ ചെറുപ്പക്കാരൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ലൈലത്തുൽ ഖദർ ഇന്ന് അവിടെയാണ്. ലൈലത്തുൽ ഖദർ കണ്ടുമുട്ടാൻ ഏത്തിക്കാഫ് ജൽസ എന്ന് അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടേക്കാണ് ലോകം എത്തിപ്പോകുന്നത്? നമ്മുടെ മക്കളെ നന്നാക്കണ്ടേ? മാതാപിതാക്കൾ നല്ലതുപോലെ ശ്രദ്ധിച്ചോ. നരകത്തിൽ നിന്ന് മോചനപത്രം നൽകപ്പെടുന്നതാകുന്ന രാവ് കൂടിയാണ് പവിത്രമാക്കപ്പെട്ട റമളാനിന്റെ എല്ലാ രാവുകളും. ഇന്നലില്ലാഹി ഉതഖാ ഇൻദ കുല്ലി ഫിത്രിൻ, നോമ്പ് തുറക്കുന്ന വേളയിലുള്ളതാകുന്ന സമയവും ആയിരക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കലുണ്ട് അല്ലാഹു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മാത്രമല്ല നരകത്തിൽ നിന്ന് എല്ലാ രാത്രികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനു കോടി ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ. ഈ രാത്രിക്കാണ് പകലിനേക്കാൾ ശ്രേഷ്ഠത. റമളാനിൽ പ്രത്യേകം രാത്രിക്കാണ് പകലിനേക്കാൾ ശ്രേഷ്ഠത. അതങ്ങനെ തന്നെയാണ്, അധികം അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മം കൊണ്ടത് സുബഹിയോട് അടുത്ത സമയമാണ്. രാത്രിക്കാണ് മഹത്വം, സുബഹിക്ക് മുമ്പാണ്. മനസ്സിലാണോ? സുബഹിയോട് അടുത്ത സമയമാണ്, രാത്രിയിലാണ് സംഭവം നടന്നത്. രാത്രിയിലാണ് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത്, ലൈലത്തുൽ ഖദർ. അതുകൊണ്ട് തന്നെ രാത്രി ദിവസത്തേതാക്കണം. അതുകൊണ്ട് തന്നെ അവസാനത്തെ 10 എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുണ്ട് ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കും. എന്തിനു വേണ്ടി? റമളാന്റെ അവസാനത്തെ 10-ന് വേണ്ടി തയ്യാറാകാൻ. എന്നിട്ട് കുടുംബക്കാരെയൊക്കെ ഒന്ന് വിളിച്ചു നിർത്തും. ഭാര്യ മക്കളെയൊക്കെ ഉറങ്ങുന്നവരൊക്കെ ഇനി ഉറങ്ങേണ്ട ദിവസമല്ല, ഇത്ര നാൾ ഉറങ്ങിയില്ല, ഇനി എഴുന്നേക്ക് യാ അല്ലാഹ്. എന്നിട്ടോ രാത്രി മുഴുവനും ജീവസത്തതാക്കും. വഅഹ്യാ ലൈലഹു, രാത്രി മുഴുവനും ഹയാത്താക്കും. ഹദീസാണ്. നമ്മൾ മിക്ക സഹോദരിമാരും റമളാന്റെ അവസാനത്തെ 10 ശ്രദ്ധിക്കാറില്ല. ഒക്കെ നേരത്തെ ഉറങ്ങും. അങ്ങനെ വരാൻ പാടില്ല. പള്ളിയിൽ ആണുങ്ങളെ പറഞ്ഞു വിടുകയാണ്. പിന്നെ റാഹത്തായി, ഇനി അവരുടെ ശല്യമില്ലല്ലോ. 10 മണിയാകുമ്പോൾ വാതിലടച്ചിട്ട് ഒറ്റക്കടത്ത ഇനി സുബഹി കഴിഞ്ഞ് വരുവുള്ളൂ. ഭാര്യ വരുമ്പോൾ നല്ല പൊതിയായിട്ട് വരണം. ബിരിയാണി ആയിട്ട് വന്നില്ലെങ്കിൽ ഗെറ്റ വിട്ട്. രാവിലെ ബിരിയാണി വേണം. അതാണ് ലൈലത്തുൽ ഖദർ. പൊയിഞ്ഞുകൊണ്ട് വരിക എന്ന് കരുതിയിരിക്കുകയാണ്. ഇങ്ങനെ കരുതുന്ന ആളുകളുണ്ട്. ഇതൊന്നുമല്ല, ഈ കിട്ടുന്നതാകുന്ന പൊതിയോ ഈ ആസ്വാദനമൊന്നും അല്ല. മറിച്ചെന്താ? ഈ രാത്രിയിൽ നമ്മൾ നേടിയെടുക്കുന്ന ആത്മീയമാകുന്ന നേട്ടമാണ്. അതിൽ സ്ത്രീകളും തയ്യാറാകണം. വീടിന്റെ അകത്തളങ്ങളിൽ നിസ്കാര റൂമിൽ പരിപൂർണമായ ഖുർആൻ ഓതി ആ നിസ്കാര മുസല്ലയിൽ തന്നെ ഇരുന്ന് മുഖമക്കനെ ധരിച്ച് നല്ല ഇബാദത്തിലായി കഴിഞ്ഞുകൂടട്ടെ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. മക്കൾ വഴിപഴച്ചു പോകും. 1 സെക്കൻഡ് മതി. SSLCയുടെ പരീക്ഷയുടെ ലാസ്റ്റ് ദിവസം പരീക്ഷ കഴിഞ്ഞിട്ട് കുട്ടികൾ വെളിയിലിറങ്ങിയിട്ട് എന്തെങ്കിലും കൂത്തരങ്ങുകൾ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഉമ്മ വന്ന് ഒരു മകനെ കൈക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും. അവനെ കൈ ലോക്ക് ചെയ്തിട്ട് അവരങ്ങോട്ട് പോകുമ്പോൾ അവൻ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ഉമ്മ. തെറ്റിലേക്ക് പോകുന്ന മക്കളെ ചേർത്ത് നിർത്തിയിട്ട് പോകരുതെന്ന് പറഞ്ഞ് ആ മകനെ കൊണ്ടുപോവാണ് ഒരു ഉമ്മ അവളുടെ കർത്തവ്യം നിർവഹിക്കാൻ. അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ ശഫീഉനാ റസൂലുള്ളാഹി. ഭർത്താവിന്റെ വീട്ടിൽ കാര്യകർത്താവ് ആരാണ്? പെണ്ണാണ്. അവൾ കൈകാര്യം ശ്രദ്ധിക്കണം. ഭർത്താവില്ലാത്ത സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം.
മക്കൾ എവിടെയാണ് പോകുന്നത്, എത്ര മണിക്കാണ് സ്കൂളിലേക്ക് പോകുന്നത്, എത്ര മണിക്ക് തിരിച്ചു വരും, എവിടേക്കാണ് ട്യൂഷന് പോകുന്നത്, അവിടെയുള്ള ക്ലാസ് ടീച്ചർ ആരാണ്, എത്ര മണിക്ക് അവളുടെ ട്യൂഷൻ കഴിയും, എത്ര മണിക്കാണ് മദ്രസ തുടങ്ങുന്നത്, മദ്രസ എത്ര മണിക്ക് വിടും. ഇതൊക്കെ പുതിയ തലമുറയിൽ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കൾ പിഴച്ചു പോകാൻ കുറഞ്ഞ സെക്കൻഡ് മതി എന്ന് പ്രത്യേകമായി ഓർക്കുക. ഒരു തമിഴ്നാട് നടി ഒഡീഷന് വേണ്ടി ഒരാളുടെ മുന്നിൽ ശരീരത്തിന്റെ നഗ്നത മുഴുവനും പ്രദർശിപ്പിച്ചതും സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം തരംഗം സൃഷ്ടിച്ചു. മനുഷ്യൻ അവന്റേതാകുന്ന ഭൗതിക ലോകത്തിൻ്റെതാകുന്ന ലാഭത്തിന് വേണ്ടി ഒരു മനുഷ്യൻ, ഒരു പെണ്ണും ഒരു പുരുഷനും കാത്തു സംരക്ഷിക്കേണ്ടതാകുന്ന ശരീരത്തിന്റെ ഏറ്റവും വലിയ വിലപ്പെട്ടതാകുന്ന കനികളെ പരിപൂർണമായി നഷ്ടപ്പെടുത്തി കളയുന്ന തലത്തിലേക്ക് പുതിയ യുഗം മാറുകയാണ്. എന്തിനു വേണ്ടിയും പരിശ്രമിക്കാണ്, ദുന്യാവിന്റെ പിറകെ മനുഷ്യൻ നെട്ടോട്ടമാണ്. എന്നാൽ നമ്മൾ ദുന്യാവ് വാരിപ്പുണരല്ല യഥാർത്ഥ വിജയി. ഇവിടെ അമ്പര ചുംബികളായ മണിമേടകൾ വെക്കലോ ഇവിടെ മാളിക സൗധങ്ങൾ പണിയലോ ഒന്നുമല്ല. യഥാർത്ഥ വിജയി എന്ന് പറയുന്നത് കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിൽ കടക്കാൻ അവസരം കിട്ടുകയും ചെയ്തവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ഓരോ മനുഷ്യനെയും ഖബറിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദോ ആരെങ്കിലും കുടുംബക്കാരോ അടുത്തു വന്നുകൊണ്ട് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നത് കേട്ടിട്ടില്ലയോ? അവസാനമായി മരണപ്പെട്ടു പോയ വ്യക്തിയുടെ ചാരത്ത് വന്നു ഖബറാളിയുടെ അടുക്കൽ നിന്നുകൊണ്ട് ഓതുന്ന ആയത്താണ്. ഈ ലോകത്ത് നിന്ന് എല്ലാ ശരീരവും ആത്മാവും മരണത്തെ രുചിച്ചറിയുന്നതാണ്. ഒരാൾ പോലും മരിക്കാത്തവരില്ല. ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന മനുഷ്യ മാനവ, ഇതിന്റെ എല്ലാ പ്രതിഫലം അല്ലാഹു നൽകുന്നത് നാളെയാണ്, ഖിയാമത്ത് നാളിലാണ്. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. കത്തിജ്വലിക്കുന്നതാകുന്ന നരകത്തിൽ നിന്ന് 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടതായ നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് കടക്കാൻ അവസരവും കിട്ടുകയും ചെയ്തിട്ടുള്ള ഏതൊരു മുസ്ലിം ഉണ്ടോ, മുസ്ലിമത്തുണ്ടോ, ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവർ, അവർ വിജയശ്രീലാളിതരാണെന്ന് വിശുദ്ധമായ ഖുർആൻ. പരിശുദ്ധമായ റമളാൻ കടന്നു വന്നിട്ട് പാപം പൊറുപ്പിക്കാത്ത മുസ്ലിമുണ്ടോ? ചിന്തിക്കണേ. കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരില്ലേ? വ്യഭിചരിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരില്ലേ? സിനിമ കണ്ടുകൊണ്ട് നിലകൊള്ളുന്നവരില്ലേ? സീരിയൽ ദർശിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരില്ലേ? റമളാൻ വന്നിട്ട് പോലും റിലീസിന്റെ പടങ്ങൾ തേടിക്കൊണ്ട് അതിന്റെ ബുക്കിങ്ങിന് വേണ്ടി നിലകൊള്ളുന്ന മുസ്ലിം ചെറുപ്പക്കാരില്ലേ, സഹോദരിമാരില്ലേ? നോമ്പുകാരല്ലോ, ഞാൻ നോമ്പ് തുറന്നിട്ടല്ലേ എന്ന് നീ പറയല്ലേ. വിശുദ്ധമായ റമളാനിനെ ആദരിക്കാത്ത വ്യക്തിയുണ്ടോ? ആഖിറം നഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, സഹാബ യുതല്ലബു യൗമൽ ഖിയാമ ഫയതഅല്ലഖു ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ കത്തിജ്വലിക്കുന്നതാകുന്ന മഹ്ശറയിൽ അല്ലാഹുവിന്റെ ദർബാറിൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ തലക്ക് മീതെ നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തി വിചാരണ ചെയ്യുമ്പോൾ ഒരു അടിമയെ അല്ലാഹു മഹ്ശറയിലേക്ക് കൊണ്ടുവരുകയാണ്. ആ അടിമയുടെ ശരീരമാസകലം ചാട്ടവാറോട് കൊണ്ടടിക്കുകയാണ്. അവനെ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ അവന്റെ ശരീരമാസകലം ചാട്ടവാറ് കൊണ്ടടിച്ച് അവനെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് നിലകൊള്ളുകയാണ്. അവസാനം അവൻ ഓടിയണയുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്താണ്. ആ പ്രവാചകരുടെ മുന്നിൽ വന്നുകൊണ്ട് നിലകൊള്ളുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവന്റെ വിഷയത്തിൽ 2 കൈകളും ഉയർത്തി ദുആ ചെയ്യുമ്പോൾ ഇതാ ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയുകയാണ്, നബിയേ ഇവന് വേണ്ടി ദുആ ചെയ്യരുത് റസൂലേ, പ്രാർത്ഥിക്കരുത് ഹബീബേ. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇന്ന ഖസ്മഹു റമളാൻ
ഇവന് എതിരായി നിലകൊള്ളുന്നത് ആരെന്നല്ലോ? റമളാനാണ്. റമളാൻ, വിശുദ്ധമായ റമളാനിന്റെ ദിനരാത്രങ്ങൾ പാവം പൊറപ്പിച്ചെടുക്കാത്ത മനുഷ്യനാണ്. റമളാൻ വന്നിട്ട് പോലും കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്. റമളാൻ വന്നിട്ട് പോലും സിനിമ കണ്ട് നിലകൊണ്ടവനാണ്. റമളാൻ വന്നിട്ട് പോലും അശ്ലീലമാക്കപ്പെട്ട ചാറ്റിങ്ങിനാണ് തന്റെ ജീവിതത്തെ ഭൂമിച്ചവനാണ്. റമളാൻ വന്നിട്ട് പോലും മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയവനാണ്. ഗീബത്ത് പറഞ്ഞവനാണ്, നമീമത്തിൽ ഏർപ്പെട്ടവനാണ്, ഏശനി പറഞ്ഞവനാണ്, ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയവനാണ്, വർഗീയതയ്ക്ക് തിരികൊളുത്തിക്കൊണ്ട് നടന്നവനാണ്. പാവങ്ങളുടെ കണ്ണീരപ്പാതെ നിരാലംബര കവലമാകാതെ റമളാനിൽ നോമ്പ് പിടിക്കാതെ സക്കാത്ത് കൊടുക്കാതെ പാവപ്പെട്ടതാകുന്ന ജനങ്ങൾക്ക് നല്ല രീതിയിൽ സഹായം കൊടുക്കാതെ റമളാനിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പോലും ഓതാതെ ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയവനാ. ഇന്ന ഖസ്മഹു റമളാൻ, ഇവന് എതിരായി സാക്ഷി നിൽക്കുന്നത് റമളാനാണ്. റമളാനാണ്. അതുകൊണ്ട് കാരുണ്യത്തിന്റെ ഹബീബേ, തങ്ങൾ അവന്റെ മേൽ കൈ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യരുതേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലുടനെ പറയുകയാണ്. അന ബരീഉൻ മിമ്മൻ ഖസമഹു ശഹ്റ റമളാൻ. പരിശുദ്ധമായ റമളാൻ ആർക്കെതിരാണോ നിലകൊള്ളുന്നത് അവനിൽ നിന്ന് ഞാൻ പാടെ ഒഴിവാണ്, ഞാൻ അവന്റെ വിഷയത്തിൽ കൈ ഉയർത്താനില്ല എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ മാറി നിൽക്കുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ റമളാനിൽ പാവം പൊറപ്പിച്ചെടുക്കാത്ത മുസ്ലിമുണ്ടോ? റമളാൻ കടന്നു വന്നിട്ട് പോലും മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുന്നവരുണ്ടോ? എത്രയോ ചെറുപ്പക്കാരാണ് MDMA-യും LSD-യും അടച്ച് മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളുമായി ഈ വിശുദ്ധമായ റമളാനിൽ തന്നെ പിടിക്കപ്പെടുന്നത്. അല്ലാ, മരണത്തെ കുറിച്ച് ചിന്തയില്ല, ഖബറിനെ കുറിച്ച് ഭയപ്പാടില്ലാത്ത, മഹ്ശറെ കുറിച്ച് ലവലേശം പേടിയില്ലാത്ത പുതിയ തലമുറയായി നമ്മുടെ തലമുറ മാറിയില്ല. ആഖിബത്ത് മോശമാണ്, മോശമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സറാബി മിൻ ഖതറാ വതഗ്ശാ ജുഹും അന്നാർ. റോഡിൽ ഒരിക്കുന്നതാകുന്ന ടാറാണ് നാളെ നിന്റെ ശരീരത്തിലേക്ക് ചേർത്ത് വെക്കുന്ന പാൻസ് എന്ന് പ്രിയപ്പെട്ട മുസ്ലിമേ അറിയണേ, അറിയണേ. മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ശരീരത്തിന്റെ ഇക്കിളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ പരപുരുഷന്മാർക്ക് ധരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, കരുനാഗപ്പള്ളിയിലുള്ള സഹോദര സഹോദരിമാരെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. നാളെ നീ മഹ്ശറയിൽ വന്നുകൊണ്ട് ഉരുകി ഒലിച്ച് നിന്നെ ഇതാ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ, റമളാനിനെ പരിഗണിക്കാത്തതിന്റെ പേരിൽ നരകത്തിലേക്ക് എടുത്തെറിയുമ്പോ, ആ നരകത്തിൽ നിനക്ക് നൽകുന്ന വസ്ത്രത്തെ കുറിച്ച് ഖുർആൻ പറയുകയാണ്, സറാബീലുഹും മിൻ ഖതറാൻ വതഗ്ശാ വജൂഹഹും അന്നാർ. ടാർ ഉരുക്കി വലിച്ചുകൊണ്ടുള്ള വസ്ത്രമാണ് നിന്റെ ശരീരത്തിലേക്ക് ധരിപ്പിക്കുന്നത്. അല്ലാ, നരകത്തിലേക്കാണ് നിന്നെ വലിച്ചെറിയുന്നത്. അർളുഹാ മിൻ റസാസ് വസഖഫുഹാ മിൻ നുഹാസ്. നരകത്തിൻ്റെതാകുന്ന താഴ്ഭാഗം അല്ലാഹു നിട്ടിരിക്കുന്നത് മൊസൈക്കല്ല, മാർബിളല്ല, ഗ്രാനൈറ്റ് പതിപ്പിച്ചതാകുന്ന തലത്തിൽ കിടന്നുറങ്ങുന്ന മുസ്ലിമേ, റമളാനിന്റെ ബാങ്ക് വന്നിട്ട് പോലും സുബഹി നമസ്കരിക്കാതെ, സുബഹി നമസ്കാരത്തിന്റെ ജമാഅത്ത് ശ്രദ്ധിക്കാതെ കിടന്നുറങ്ങിയിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, സഹോദര, നാളെ നരകം അല്ലാഹു സമ്മാനിക്കുന്നത് ഈ തിരാളുള്ളതാകുന്ന തറയാണ്, തറയാണ്. വസഖഫുഹാ മിൻ നുഹാസ്. നരകത്തിന്റെ മച്ച് ഭാഗമുള്ളത് മനോഹരമാകുന്ന നിലയ്ക്കുള്ളതാകുന്ന കെട്ടിട സമുച്ചയമല്ല, കോൺക്രീറ്റ് സൗധമല്ല. അല്ലാഹു നൽകുന്നത് ചെമ്പിനാലുള്ളതാകുന്ന ഭാഗമാണ്, ഭാഗമാണ്. മുകൾ ഭാഗം മുഴുവനും ചെമ്പാണ്, താഴ്ഭാഗം മുഴുവനും ഈയമാണ്. വസഖഫുഹാ മിൻ നുഹാസ് വഹീതാനുഹാ മിൻ കിബിരീത്. നരകത്തിന്റെ ചുറ്റുഭാഗം മുഴുവനും ഗന്ധകമാണ്. എന്തേ നരകത്തെ കുറിച്ചുള്ള കാവലാട്ടം ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവിൽ പോലും
പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ റസൂലുള്ള പഠിപ്പിച്ചത് അത്രമേൽ പ്രധാനമാണ്. നരകം നിസ്സാരമായി കാണല്ലേ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഇരുന്ന് കരയുമ്പോൾ നബി തങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാണ് ആയിഷ നീ കരയുന്നത്? മായുബികീകി ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ദക്കറത്തുന്നാറ യാ റസൂലല്ലാഹ്. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതാകുന്ന നരകത്തെക്കുറിച്ച് ഞാൻ ഓർത്തുപോയി റസൂലേ. നരകത്തോർത്തിട്ട് കരയുകയാണ് ബീവി ആയിഷ. അള്ളാന്റെ റസൂലിനോട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അള്ളാന്റെ റസൂലേ എന്നെ ഓർക്കുമോ ഹബീബേ? ഈ പാവപ്പെട്ടതാകുന്ന ആയിഷയെ അബൂബക്കറിന്റെ പ്രിയപ്പെട്ട പൊന്നോട് തങ്ങൾ ഓർക്കുമോ റസൂലേ? അള്ളാന്റെ റസൂൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഓർക്കാത്തതായ 3 സ്ഥലങ്ങളുണ്ട് മഹ്ശറിൽ. 3 സ്ഥലങ്ങളുണ്ട് ആയിഷ. ലാ യദ്കുറു അഹദ. ഒരാളും മറ്റൊരാളെ കുറിച്ച് ഓർക്കാത്ത തലമാണ്. ഒന്ന് നന്മ തിന്മകൾ തൂക്കുന്നതാകുന്ന തുലാസ് തൂക്കുന്നതായ സമയം, നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസിലേക്ക് വെക്കുന്ന സമയം ഒരാളും മറ്റൊരാളെ നോക്കൂല, അവനവന് സ്വന്തം കാര്യം നോക്കുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത് ഏത് കൈയിലേക്കാണ് ഏട് നൽകപ്പെടുന്നത്? വലത്തിലേക്ക് നൽകുമോ? അതല്ല കൈപിടിച്ച് തിരിച്ച് പുറകിലേക്കാക്കിയിട്ട് തന്റെ പിൻഭാഗത്തുകൂടിയാണോ ഏട് നൽകപ്പെടുന്നത്? ഏത് രീതിയിലാണ് ഏട് നൽകപ്പെടുക? ആ സമയത്തും മനുഷ്യന് പ്രയാസത്തിലാണ്. ഒരാളെയും നോക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. മൂന്നാമത്തത് നരകത്തിന് മേൽ നാട്ടപ്പെട്ടതായ സിറാത്ത് പാലത്തിനാണ്. ലാ യദ്കുറു അഹദുൻ അഹദാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൂടെ കടന്നിട്ടുള്ള പ്രിയപ്പെട്ട ഭാര്യയോട് പോലും റസൂലുള്ള പറയുകയാണ്, ആയിഷ, നരകത്തിന്റെ മേലെ നാട്ടപ്പെട്ടിട്ടുള്ള സിറാത്ത് പാലത്തിലൂടെ നടക്കുന്ന വേളയിൽ ഈ പാവപ്പെട്ട മുഹമ്മദിന് നിന്നെ ഓർക്കാൻ സാധിക്കില്ല. ലോകത്ത് ഒരാളും സ്വന്തം ഭാര്യയോ മക്കളെയോ കുടുംബത്തെയോ ഓർക്കില്ല എന്ന് നബിയോനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് റസൂലുള്ള പഠിപ്പിക്കുന്നത്, നരകത്തെ തൊട്ടുള്ള കാവൽ നിർബന്ധമാണ്. ഓരോ മനുഷ്യനും അവന്റെ അവസാനത്തെ തഹിയ്യാത്തിൽ ഇരുന്നു കൊണ്ട് അവസാനമായി പ്രാർത്ഥിക്കുന്നതും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ. നരകത്തെ തൊട്ട് എനിക്ക് കാവൽ നൽകണേ അല്ലാ. വെള്ളിയാഴ്ച ഇമാം മിമ്പറിൽ നിന്നുകൊണ്ട് 3 വട്ടം തേടുന്ന ഒരേ ഒരു ചോദ്യം, അത് നരകത്തെ തൊട്ടുള്ള കാവലാണ്. അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ. അല്ലാഹുവേ, നിന്നെ കത്തിച്ചൊലിക്കുന്ന നരകത്തെ തൊട്ട് എനിക്ക് നീ നിർഭയത്വം നൽകണേ അല്ലാ. പരിശുദ്ധമായ റമദാനിന്റെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്നതായ ശ്രേഷ്ഠമാകുന്ന രാവുകൾ കൺമുന്നിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, നീ ഏറ്റവും കൂടുതൽ തേടേണ്ടതും നരകീയ മോചനമാണ്. പാപമോചനം തേടിയെടുത്ത് നരകത്തിനെ തൊട്ട് മോചനം കിട്ടി സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ചോദ്യമാണ്. അല്ലാഹുവേ, തൗഫീഖ് നൽകണേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബക്കറ്റ് ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ലൊരു സദഖ, അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും അവിടെ ഇരുന്നാൽ മതി. കസേരയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്നും എഴുന്നേക്കണ്ട. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് നോമ്പ് തുറക്കാനുള്ള ബുദ്ധികൾ അവിടെ എത്തും. അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ആത്മീയത കൊടുക്കിൻ. നമുക്കും ഉണ്ടാവട്ടെ ആത്മീയത. നിസ്കാരങ്ങൾ നമ്മൾ ചിട്ടവെക്കിൻ. നോറ്റുവീട്ടിയ നോമ്പുകൾ നമുക്ക് ഇനിയുള്ള ശിഷ്ടകാല ജീവിതത്തിൽ പ്രചോദനദായകമാകട്ടെ. സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കാൻ. റമദാൻ കഴിഞ്ഞാൽ ഉടനെ ശവ്വാലിന്റെ നോമ്പ് വരാൻ. പെരുന്നാളിന്റെ പിറ്റേ ദിവസം മുതൽ 6 ദിവസം ആരെങ്കിലും ആ നോമ്പ് നീട്ടിയാൽ വർണ്ണമായ പ്രതിഫലം. ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റതിൻ്റെ നേട്ടം റമദാനിലും അനുബന്ധമാക്കപ്പെട്ട പെരുന്നാളിന് ശേഷമുള്ള 6 ദിവസങ്ങൾ നോമ്പ് നോറ്റവന് കിട്ടുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എത്ര പേർ ഇരിക്കാൻ തയ്യാറാകുന്നുണ്ട്? അതുകൊണ്ട് ആത്മീയമാകുന്ന ഒരു നിലയിലേക്ക് നമ്മൾ എത്തിപ്പെടട്ടെ. റമദാനിൽ നമ്മൾ നേടിയെടുത്ത ആത്മീയമായ ചൈതന്യം സാധുക്കളെ സംരക്ഷിക്കാൻ,
നോമ്പുതറ വിഭവങ്ങൾ അടങ്ങുന്ന കിറ്റ് വിതരണം നമ്മൾ നടത്തിയവരാണ്. റമദാനിന് ശേഷമുള്ള 11 മാസക്കാലം, ശിഷ്ടകാല മാസക്കാലം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നമ്മുടെ ഒരു സഹായം, നമ്മുടെ കൈത്താങ് അൻവാർ ശരി എന്ന് പറയുന്ന നമ്മുടെ മഹ്ദിനി ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിലെ മക്കൾക്ക് നല്ല രീതിയിൽ ഉണ്ടാവട്ടെ. ബക്കറ്റ് കൊണ്ടുവരുന്നു എല്ലാവരും ഇൻഷാ അല്ലാഹ് കാര്യമായി സഹകരിക്കുന്നു. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ.